ഇന്ന് 13 വർഷമായി ടി പി ചന്ദ്രശേഖരൻ ഓർമ്മയായിട്ട്. അപ്പം ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൗസർ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഈ വടകരയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഓർക്കണം. CPM-നെ സംബന്ധിച്ച് അവരുടെ സംഘടനാ ചരിത്രത്തിൽ ബുദ്ധിമുട്ടിച്ചതും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായിട്ടുള്ള ആ രണ്ടക്ഷരമായിട്ട് തന്നെ ടി പിയെ കാണണ്ടേ? തീർച്ചയായിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വടകര ടി പി ചന്ദ്രശേഖരൻ വടകരയിലെ ഒരു പഞ്ചായത്തിലെ ആഭ്യന്തര പാർട്ടി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അവിടെ ഏറാമല പഞ്ചായത്ത്, അതുമാതിരി അഴിയൂർ പഞ്ചായത്ത്, ഈ ഉഞ്ചിയം പഞ്ചായത്ത്, ഈ പ്രദേശങ്ങളിൽ ഈ ജനതാദളുമായിട്ടുള്ള ഭരണ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. അത് പ്രശ്നമാകുന്നു. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു. അപ്പോൾ പുറത്തു പോയതിന് ശേഷം അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ ഉപയോഗിച്ച വാക്കുണ്ട്. എന്താണ്? കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണ്. ആ വാക്ക്, ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. കുലം എന്ന് പറയുന്ന പ്രയോഗം അത് ആരുടെ പ്രയോഗമാണ്? കുലം എന്ന് പറയുന്ന ഒരു ആധുനിക സംജ്ഞയല്ല. കുലം എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ സംജ്ഞയാണ്. ഫ്യൂഡലിസത്തിനെതിരെ സമരം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ സമൂഹത്തെ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പരമോന്നത സഭയായ പോളിറ്റ് ബ്യൂറോയിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് അദ്ദേഹത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളെക്കുറിച്ച് അയാൾ കൊല്ലപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു ഫ്യൂഡൽ പദപ്രയോഗം ഉപയോഗിച്ചിട്ടാണ്. കുലം കുത്തിയാണ്. അപ്പോൾ CPM എന്ന് പറയുന്നത് കുലമാണോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കുലമാണോ എന്നൊരു പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട്. അവർ പാർട്ടിക്ക് ഇപ്പോൾ സ്റ്റാലിനെ കുറിച്ച് പറയും. സ്റ്റാലിൻ കൊന്ന മനുഷ്യരെക്കുറിച്ച് ലോകത്ത് പലതരം ചർച്ചകളുണ്ട്. ആ ചർച്ചകളുടെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ അത് എത്ര മില്യനാണ് എന്ന കാര്യത്തിലാണ് തർക്കം. സ്റ്റാലിൻ കൊന്ന മനുഷ്യർ അത് എത്ര മില്യനാണ്, എത്ര ആളുകളാണെന്ന് പറയുമ്പോൾ എത്ര ദേശം, ചില ആളുകൾ അത് കൊല്ലുന്നില്ല. അത് 1 മില്യനാണോ, അല്ലെങ്കിൽ 2.5 മില്യനാണോ, 8 മില്യനാണോ, ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് അക്കാഡമിക് ലോകത്ത് തന്നെ നടക്കുന്നത്. അല്ലാതെ സ്റ്റാലിൻ 10 ആളെ കൊന്നോ, 20 ആളെ കൊന്നോ, 1000 ആളെ കൊന്നോ, 1,00,000 ആളെ കൊന്നോ എന്നുള്ളതല്ല, എത്ര മില്യൺ ആളുകളെയാണ് പുള്ളി കൊന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാലിൻ കൊന്ന ആളുകൾ അതിൻ്റെ ഒരു ഇത് നമ്മൾ എടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാ? പാർട്ടിക്കാർ തന്നെയാണ്. ഗുലാഗുകൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിന് പിന്നെ അവരുപയോഗിക്കുന്നൊരു ഇതുണ്ട്. സ്റ്റാലിൻ നടത്തിയത് എന്താണ്? റിവിഷനിസത്തിനെതിരായ മഹത്തായ പോരാട്ടം എന്നാണ് പറയുക. റിവിഷനിസം എന്ന് പറഞ്ഞാൽ എന്താ? റിവിഷനിസം എന്ന് പറഞ്ഞാൽ മലയാളത്തിന് തർജ്ജമ ചെയ്താൽ നവീകരണവാദം അല്ലെങ്കിൽ തിരുത്തൽവാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നവീകരണവാദം, നവീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പോസിറ്റീവ് ഐഡിയ ആയിട്ടാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്. പക്ഷേ മാർക്സിസ്റ്റ് ലെക്സിക്കലിൽ അതൊരു അശ്ലീല വാക്കാണ്. നവീകരണം, റിവിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അശ്ലീല വാക്കാണ്. റിവിഷനിസ്റ്റുകൾ കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ളതാണ്. അത് പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ബുദ്ധിജീവിയാണ് MN വിജയൻ. MN വിജയൻ്റെ വളരെ പ്രസിദ്ധമായ പ്രസ്താവന ഉണ്ടല്ലോ, കാറ്റും വെളിച്ചവും കടക്കരുത് എന്നാണ് പറഞ്ഞത്. കാറ്റും വെളിച്ചവും കടക്കരുത് എന്ന് പറഞ്ഞ ആളെ സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികത, ഇടതുപക്ഷ വൈജ്ഞാനിക ലോകം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വ്യത്യസ്താഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ളത് പാർട്ടിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അത് സോവിയറ്റ് യൂണിയൻ മുതൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. MV രാഘവൻ പുറത്തു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ബദൽ രേഖ എന്നാണ്. ബദൽ രേഖ പുള്ളി ഏതെങ്കിലും പൊതുയോഗത്തിൽ അവതരിപ്പിച്ചതല്ല. ബദൽ രേഖ പാർട്ടിക്കകത്താണ് അവതരിപ്പിച്ചത്. പക്ഷെ പാർട്ടിക്കകത്ത് പോലും ഒരു ബദൽ രേഖ സമർപ്പിക്കാൻ സാധിക്കാത്ത വിധം ഉള്ള ഒരു സംവിധാനമാണത്. എന്താണ്? ജനാധിപത്യ കേന്ദ്രീകരണം എന്നൊക്കെയാണ് പറയുക. ഇതിൻ്റെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുതമാശകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ലോകം ഒരുപാട് മാറിക്കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് CPM മുമ്പ് നടത്തിയ കൊലപാതകങ്ങൾ
യുടെ പേരിൽ ഒന്നും പാർട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത മാരകമായ പ്രഹരം ടി പിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതും ടി പി എന്നുള്ളത് അതിനുശേഷം എല്ലായ്പ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വാക്കായി മാറുന്നതും അതുകൊണ്ടാണ്. കാലം മാറിയിട്ടുണ്ട്. കുലവും റിവിഷനിസവും ബദൽ രേഖയും ഇതെല്ലാം മാറിയ വേറെ ലോകത്താണ്, കുറച്ചും കൂടി തുറസായൊരു ലോകത്താണ്. അടഞ്ഞ കാലത്ത് ഈ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്വർഗങ്ങളിൽ ചെയ്തു കൂട്ടിയത് എന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് നല്ല ധാരണയുള്ള കാലമാണ്. അപ്പോൾ ഇത് മനുഷ്യർ സ്വീകരിക്കില്ല. ഈ വ്യത്യസ്താഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആളുകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്ന സമീപനം മനുഷ്യർക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ്. ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ വധം നിശ്ചയമായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അതിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ലാത്തതിലൊരു എലമെൻറ്റ്, അതിനകത്ത് അവർ ചെയ്തു കൂട്ടിയ ഒരു അങ്ങേയറ്റം വിഷലിപ്തമായൊരു വിക്രിയ. ഈ മനുഷ്യനെ കൊല്ലാൻ പോയ വാഹനത്തിൻ്റെ മകളിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ടാണ് പോയത്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ പാർട്ടി മുസ്ലിം വിരുദ്ധതയെ എങ്ങനെ ഏറ്റവും മോശമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ മാഷാ അല്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ടി പിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ടി പിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിശ്ചയമായും ഓർക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ സ്റ്റിക്കർ എന്നുള്ളതും. അതുകൊണ്ട് ഇത് ടി പിയുടെ രക്തസാക്ഷി വാർഷികം എന്നതുപോലെ തന്നെ ആ സ്റ്റിക്കറിൻ്റെ വാർഷികത്തിനും കൂടെയാണ്. നമുക്കറിയാം ഫാസിസം ഇല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇതിനൊക്കെ എതിരായിട്ട് ഒരുപാട് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് ഉള്ള പാർട്ടികളിൽ ഒന്ന് CPM ആണ്. പക്ഷേ അവിടെ അവർക്ക് തന്നെ കോടതി ഉണ്ടാവുക, ഇല്ലെങ്കിൽ അവർ തന്നെ ആളുകളെ പണിഷ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്ന് വലിയ തെളിവായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കൊലപാതകം ആയിരുന്നു ടി പിയുടേത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് CPM എന്തുണ്ടാക്കി എന്നുള്ളതൊരു ചോദ്യം. മറ്റൊന്ന് പറ്റിപ്പോയി എന്ന് പറയാൻ ഇവർക്കാർക്കും പറ്റുന്നില്ല. CPM ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളാണ് എന്ന്. ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ പാർട്ടിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കൊടുക്കുകയെന്നാണ് CPMൻ്റെ ഇപ്പോഴത്തെയും വിശദീകരണം. അപ്പോൾ അതിനകത്താകെയുള്ളത് ഏരിയ കമ്മിറ്റി അംഗമായ കുഞ്ഞനന്ദൻ അതിൽ പ്രതിയാക്കി ശിക്ഷിക്കപ്പെട്ടു. കുഞ്ഞനന്ദൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അന്യായമായി പ്രതി ചേർത്ത് ഇവിടുത്തെ കോടതി ജയിലിലടച്ചു എന്നതാണ് CPMൻ്റെ നിലപാട്. അപ്പോൾ പക്ഷേ CPM അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എത്ര നിന്ന് ജസ്റ്റിഫൈ ചെയ്താലും പാർട്ടിക്ക് അതിൽ ബന്ധമൊന്നുമില്ല എന്ന് ആവർത്തിച്ചാലും ഈ നാട്ടിലെ ജനം അത് ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് CPM-നായിട്ടുള്ള ഏറ്റവും വലിയ ഡാമേജ്. നേരത്തെ ദാവ്സായി പറഞ്ഞ പോലെ ആളുകളെ കൊല്ലുക എന്നതിന് എന്ത് ന്യായീകരണം ചമയ്ക്കാനും അത് ഈ നാടാകെ ആളുകളെ കൊണ്ടും കേഡർമാരെ കൊണ്ടും വിശ്വസിപ്പിക്കാനും കഴിയുമായിരുന്ന ഒരു കാലം ഇല്ലാതായിപ്പോയി. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ, പാർട്ടി സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന കാലം കടന്നു പോവുകയും ജനങ്ങളെല്ലാത്തിനെയും ശരിയാവണ്ണം ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാലമാണിത്. അതുകൊണ്ടാണ് CPM-ലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും നമ്മുടെ പാർട്ടി തന്നെയാണ് ഇദ്ദേഹത്തെ കൊന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം CPM-മായി ഹൃദയബന്ധം ഉപേക്ഷിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. അത് വിട്ടുപോയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. ആ CPM-ന്റെ രാഷ്ട്രീയ ഭൂമിക, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കഥ നമുക്കറിയാം. CPM-നെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ എന്താ പറയുന്നത് മോശം പാടുകളിലൊന്നായി അവിടെ കിടക്കും. കാരണം എന്താ, കുഞ്ഞനന്ദന് ഒരു വർഷം 365 ദിവസമാണ് ഉള്ളത്. കുഞ്ഞനന്ദൻ 260 ദിവസവും പരോള് പറഞ്ഞ് പുറത്താണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. ഈ കൊടിസുനി എന്ന് പറഞ്ഞ ആൾ, കൊടിസുനി അവരുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. കൊടിസുനി ഒരു കൊട്ടേഷൻ സംഘാംഗമാണ്. കൊടിസുനിയാണ് കൊന്നതൊക്കെ. അവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. കൊടിസുനി ജയിലിനകത്ത് കിടന്നുകൊണ്ട് എന്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അയാൾക്ക് പരോള് കിട്ടുകയാണ്. അയാൾ പുറത്തിറങ്ങി വന്ന ഒരു റിസോർട്ടിൽ പാർട്ടി നടത്താണ്. ആ പാർട്ടികളിൽ വലിയ അലമ്പുണ്ടായി. അത് പിന്നീട് പോലീസ് വന്നു. അത് നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. ആരെയൊക്കെ മോചിപ്പിക്കാം, നല്ല നടപ്പിന് ആരെയൊക്കെ മോചിപ്പിക്കാവുന്നൊരു പട്ടിക വരുമ്പോൾ അതിൽ ഒന്നാമത്തെ പേരുകാരനായി കൊടിസുനിൽ വരികയാണ്. പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടു. പക്ഷേ എങ്ങനെയാണ് കൊടിസുനിൽ പരിഗണിക്കപ്പെടുന്നത്? പാർട്ടിക്ക് പക്ഷേ ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. ഷാഫി, കൊലയാളി സംഘത്തിലെ ഷാഫി ഒരു സംഘത്തിലെ പ്രധാനിയാണ്. അയാളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നത് ആരാണ്? പാർട്ടിയുടെ ഒരു MLA ആണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-നെ ഏതെങ്കിലും നിലയ്ക്ക് വിശദീകരിച്ചൊഴിയാൻ കഴിയുന്ന ഒരു കൊലപാതകമല്ലെന്ന് മാത്രമല്ല, CPM-ന്റെ സമീപ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് പറയാം. ആളുകളെ കൊന്നൊഴിവാക്കാം, രാഷ്ട്രീയ ശത്രുക്കളെ കൊന്നു തീർക്കാം, ആളുകളെ കൊലപാതകത്തിൻ്റെ വടിവാൾ കൊണ്ട് കാണിച്ച് ഭയപ്പെടുത്തി നിർത്താം എന്നൊക്കെ വിചാരിച്ചിരുന്ന കാലം കഴിഞ്ഞു പോയി എന്നറിയാതെ ആ പാർട്ടി ചെയ്തിട്ടുള്ളൊരു അബദ്ധമാണത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പോഴും ശരിയാവണ്ണം വിചാരിക്കുന്നു, ആ കൊലപാതകം ആസൂത്രണം ചെയ്ത ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് കേട്ടപ്പോൾ ഞെട്ടാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടോ? കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ള മുഴുവൻ മനുഷ്യരും ഞെട്ടി. കാരണം ഒരു സാധാരണ
മനുഷ്യൻ ഒരു മരിക്കുന്ന പോലെയല്ല. ടി പി ചന്ദ്രശേഖരൻ കുറച്ചുകൂടെ ഒരു ടവറിംഗ് ലീഡർ എന്ന് വിളിക്കാവുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നത് കൊടി സുനിൽ തന്നെയാണോ? കൊടി സുനിലിനൊന്നും ഇവരെ അറിയേ പോലുമില്ല. കാരണം എന്താണ്, ഈ കൊലയാളി സംഘം ഒരു വണ്ടിയിൽ വരുന്നു, വണ്ടിയിൽ വന്നിട്ട് വഴി ചോദിക്കാനോ മറ്റോ വേറൊരാൾ പോയി ബൈക്കിൽ വരുന്ന ഇദ്ദേഹത്തോട് സംസാരിക്കുന്നു, ആളെ കാണിച്ചു കൊടുക്കാനാണ്. ഇവർക്ക് ഇയാളെ അറിയുന്നില്ല. അവർ പോയി കൊല്ലുന്നത് ആളെ കാണിച്ചു മാർക്ക് ചെയ്ത് പോകുന്നു, എന്നിട്ട് ഇവർ പിന്നാലെ പോകുന്നു, ബൈക്ക് ഇടിച്ചിടുന്നു, കൊല്ലുകയാണ് ചെയ്തത്. ആ കൊടി സുനിൽ എന്താണ് വിരോധം? പാർട്ടിക്കാണ് വിരോധം. പാർട്ടി അതിനുശേഷം സമ്പൂർണ്ണമായ സംരക്ഷണവും നിയമപരിരക്ഷയും അതിൽപ്പെട്ട എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ 2-3 നേതാക്കൾ മാത്രം ചേർന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ന് വിചാരിക്കാൻ കഴിയാത്ത ഒന്നാണിത്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാന സംഗതി, ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് കെ സുധാകരൻ പറയുന്നത്, അഡ്വക്കേറ്റ് CK ഹരീന്ദ്രൻ അല്ലല്ല, ഇവിടെ DCC മെമ്പറായിരുന്ന ഒരു അഭിഭാഷകൻ പാർട്ടിയെ വഞ്ചിച്ചു പോയെന്നും അദ്ദേഹത്തിന് CPM-മായി ബന്ധപ്പെട്ട ഡീലിന്റെ ഭാഗമായിട്ടാണ് പോയത്. ചന്ദ്രശേഖരൻ കേസിൽ അപ്പീൽ ചെയ്ത വക്കീൽ കാസർഗോഡ് CK ശ്രീധരനാണെന്ന് എനിക്ക് പേര് ചെയ്യാൻ വിട്ടുപോയി, ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്ന് കെ സുധാകരൻ തന്നെ പറയുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. സോ ഇതിൽ തന്നെ പൂർണ്ണമായും നേതാക്കളെല്ലാവരും ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ആരോപണം UDF-നകത്ത് തന്നെ പല കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചന്ദ്രശേഖരൻ കേസിനകത്ത് ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു അനീതി, രമ ആവർത്തിച്ച് പറഞ്ഞ അനീതി, ഇതിനകത്തെ തീരുമാനമെടുത്ത ആളുകൾ, സംരക്ഷിക്കാൻ തീരുമാനമെടുത്ത ആളുകൾ അവർ ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കേവലം കൊലയാളി സംഘവും അതിനെ ചുറ്റിപ്പറ്റി ആളുകളും മാത്രമല്ല, അതിനെ ആലോചിച്ച ആളുകളും അതിനുവേണ്ടി പണിയെടുത്ത ആളുകളും കൂടി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു ബ്ലാങ്ക് ഏരിയ കൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിവേ സമീപകാലത്തൊന്നും CPM-ൻ്റെ മേൽ കിടക്കുന്ന മുറിപ്പാട് മാഞ്ഞു പോകുന്ന ഒന്നായിരിക്കില്ല TPയുടെ കൊലപാതകം. ശരി, എന്തായാലും ഔട്ട് ഓഫ് ഫോക്കസിലെ 3 വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.